പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ജീവൻ നൽകുന്നത് എന്താണോ അത് സ്നേഹം തിരഞ്ഞെടുക്കുന്നു, മദ്യമോ മയക്കുമരുന്നോ അല്ല എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടിക്കാലം മുതൽ മുതിർന്ന പ്രായം വരെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം മൂലമുണ്ടാകുന്ന ഹൃദയഭേദകമായ ഫലങ്ങൾക്ക് നമ്മളിൽ പലരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപകടങ്ങൾ, നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത്, തകർന്ന കുടുംബങ്ങൾ, നശിപ്പിക്കപ്പെട്ട ഭാവികൾ. 8 വയസ്സുള്ളപ്പോൾ ഒരു ബസ് അപകടത്തിനും 41 വയസ്സിൽ ഒരു പരിസ്ഥിതി ദുരന്തത്തിനും 59 വയസ്സിൽ ഒരു മാരകമായ വാഹനാപകടത്തിനും ഞാൻ സാക്ഷിയായി. ഇതെല്ലാം ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ കാരണം ഉണ്ടായതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഓർമ്മകൾ ആരെയും വിധിക്കാനല്ല, മറിച്ച് അനുകമ്പയോടെ ചിന്തിക്കാനാണ്. അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മദ്യം ഒരാളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് മറ്റൊരാളാണ്. ചിലപ്പോൾ അത് തീർത്തും നിരപരാധികളുമായിരിക്കാം. വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ ലജ്ജിപ്പിക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ് വ്യക്തമായി സംസാരിക്കുന്നത്. അതേ ബൈബിളിൽ വഴിപാടുകളിലെ വീഞ്ഞിനെക്കുറിച്ചും ഔഷധ ഉപയോഗത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. എന്നാൽ വിനോദത്തിനായുള്ള ലഹരി ഉപയോഗത്തെ തിരുവെഴുത്തുകൾ ഒരിടത്തും അനുകൂലിക്കുന്നില്ല. വാസ്തവത്തിൽ ബൈബിളിൽ മദ്യം പ്രത്യക്ഷപ്പെടുന്ന മിക്കവാറും എല്ലാ സന്ദർഭങ്ങളും ദുരന്തം, ലജ്ജ, നഷ്ടം അല്ലെങ്കിൽ വിധി എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ്. തിരുവെഴുത്തുകൾ എടുത്തു പറയുന്ന പ്രധാന സത്യങ്ങൾ: മദ്യം വിവേകത്തെ കവർന്നെടുക്കുന്നു, വീഞ്ഞ് പരിഹാസ്യം, ലഹരിപാനീയം കലഹക്കാരനുമാകുന്നു. സദൃശ്യവാക്യങ്ങൾ 20:1. മദ്യം സാക്ഷ്യത്തെ തകർക്കുന്നു, നിന്റെ സഹോദരന് ഇടർച്ചയുണ്ടാക്കുന്നതൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്. റോമർ 14:21. മദ്യം ആത്മീയ ജാഗ്രതയെ നശിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം മദ്യപാനം കൊണ്ടും മതോന്മത്തത കൊണ്ടും ഭാരപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, കർത്താവിൻ്റെ ദിവസം പെട്ടെന്ന് വരാതിരിക്കട്ടെ. ലൂക്കോസ് 21:34, 1 തെസ്സലോനിക്കർ 5:6-8 വരെയുള്ള വാക്യങ്ങളും. മദ്യം ആത്മനിയന്ത്രണം നശിപ്പിക്കുന്നു. ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. ഗലാത്യർ 5:21-23 വരെയുള്ള വാക്യങ്ങൾ. മദ്യം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നു. നോഹ, ലോത്ത്, നാബാൽ, അമ്നോൻ, ബെൻഹദദ്, ബെൽശസ്സർ എന്നിവരെല്ലാം വീണുപോയത് അവർ കുടിച്ചതുകൊണ്ടല്ല, മറിച്ച് കുടി അവരെ കീഴടക്കിയത് കൊണ്ടാണ്. പാസ്റ്റർ സ്റ്റീവ് ഗെയിൻസ് ഇതിനെ വളരെ ലളിതമായി ഇപ്രകാരം ചുരുക്കി കാണിക്കുന്നു: നിയന്ത്രണം നഷ്ടപ്പെടാൻ അധികം സമയം വേണ്ട. നമുക്ക് ഇതിലും നല്ല തിരഞ്ഞെടുപ്പുകളുണ്ട്. ഇതിപ്പോൾ ഔഷധമായി നമുക്ക് ആവശ്യവുമില്ല. ഇത് നമ്മളെ അടിമപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മെ നോക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് വഴിതെറ്റിക്കും. ഇത് യേശുവിനായുള്ള നമ്മുടെ സാക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ആഹ്വാനം ലളിതവും സൗമ്യവുമാണ്. നമ്മുടെ മനസ്സിനെയോ സാക്ഷ്യത്തെയോ ആത്മനിയന്ത്രണത്തെയോ ഒരു നിമിഷത്തേക്ക് പോലും ലഹരി കവർന്നെടുക്കുമെങ്കിൽ ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തെ കരുതി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉത്തമം. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ഇത് കുറ്റപ്പെടുത്താൻ ചൂണ്ടുന്ന വിരലല്ല, മറിച്ച് രക്ഷിക്കാൻ നീട്ടുന്ന കൈയാണ്. ഈ സ്നേഹപൂർണമായ ക്ഷണം ഹൃദയങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന് പകരം വെളിച്ചം തിരഞ്ഞെടുക്കുക, ആശയക്കുഴപ്പത്തിന് പകരം വ്യക്തത തിരഞ്ഞെടുക്കുക, അടിമത്തത്തിന് പകരം സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുക, കുപ്പിയേക്കാൾ ഉപരി ആത്മാവിനെ തിരഞ്ഞെടുക്കുക, ദുഃഖമില്ലാത്ത യഥാർത്ഥ സന്തോഷം നൽകുന്ന ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക. സ്നേഹം മുൻകൂട്ടി ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് എന്ത് ചെയ്യാൻ അനുവാദമുണ്ട് എന്നല്ല സ്നേഹം ചോദിക്കുന്നത്, മറിച്ച് ഞാനിത് ചെയ്താൽ അത് മറ്റാരെയെങ്കിലും ബാധിക്കുമോ എന്നാണ് സ്നേഹം ചോദിക്കുന്നത്. 1 കൊരിന്ത്യർ 10:23 നമ്മെ ഓർപ്പിക്കുന്നു: സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. സ്നേഹം ആത്മീയ വർധന വരുത്തുന്നു. സ്നേഹം സംരക്ഷിക്കുന്നു. കാണപ്പെടാത്ത പ്രത്യാഘാതങ്ങളെ സ്നേഹം പരിഗണിക്കുന്നു.
തകരാറിലായ വിവേകത്തോടെയുള്ള ഒരു നിമിഷം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഖേദത്തിന് കാരണമായേക്കാം. സ്നേഹം ജീവൻ നൽകുന്നത് തിരഞ്ഞെടുക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, വഴിയിലെ അപരിചിതർക്കും വീട്ടിൽ നമ്മെ നോക്കി വളരുന്ന കുട്ടികൾക്കും പ്രിയപ്പെട്ടവർക്കും മാതൃകയ്ക്കായി നമ്മെ നോക്കുന്ന സുഹൃത്തുക്കൾക്കും വേണ്ടി. യഥാർത്ഥ സന്തോഷത്തിന് ലഹരിയുടെ ആവശ്യമില്ല. സങ്കീർത്തനം 16:11 പറയുന്നു, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. ലോകം പലപ്പോഴും സന്തോഷത്തിനോ ആശ്വാസത്തിനോ ധൈര്യത്തിനോ രക്ഷപ്പെടാനോ ഉള്ള എളുപ്പ വഴിയായി ലഹരി വസ്തുക്കളെ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ കൃത്രിമമായ സന്തോഷം മാഞ്ഞു പോകും. ഓരോ തവണയും അത് വലിയ വില ആവശ്യപ്പെടുകയും ചെയ്യും. കർത്താവിന്റെ സന്തോഷം നമ്മെ തളർത്തുന്നതിന് പകരം ശക്തിപ്പെടുത്തുന്നു. നെഹമ്യാവ് 8:10. അത് മനസ്സിനെ മൂടുന്നതിന് പകരം തെളിച്ചമുള്ളതാക്കുന്നു. ലഹരി വിമുക്തി നിയന്ത്രണമല്ല, മറിച്ച് കരുത്താണ്. ആത്മനിയന്ത്രണത്തെ പരിഹസിക്കുന്ന ഒരു സംസ്കാരത്തിൽ തിരുവെഴുത്തുകൾ ആ കരുത്തിനെ ബഹുമാനിക്കുന്നു. ആത്മനിയന്ത്രണം ബലഹീനതയല്ല, അത് ആത്മീയ പക്വതയാണ്. സദൃശവാക്യങ്ങൾ 4:23 പറയുന്നു, എല്ലാറ്റിനും ഉപരിയായി നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക, നിന്റെ ജീവിതത്തിന്റെ ഉറവിടം അതിൽ നിന്നാണല്ലോ. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കാത്തു സൂക്ഷിക്കുന്നത് വെറുമൊരു നിയമമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ഈ ജീവിതം ഒരു ദാനമാണ്, ഞാനതിനെ സംരക്ഷിക്കും എന്ന് പറയലാണത്. ദൈവം നമ്മെ ഏൽപ്പിച്ചതിനെ സ്നേഹം സംരക്ഷിക്കുന്നു. ഇതിനോടകം കഷ്ടപ്പെടുന്നവർക്കായി ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരെങ്കിലും ലഹരിയോട് പോരാടുന്നുണ്ടെങ്കിൽ ഇതൊരു വാതിൽ അടയ്ക്കലല്ല, മറിച്ച് ഒരു വാതിൽ തുറക്കലാണ്. ദൈവകൃപയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ലജ്ജയുമില്ല. ക്രിസ്തുവിന് തകർക്കാൻ കഴിയാത്ത ഒരു ചങ്ങലയുമില്ല. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. റോമർ 5:20. സ്നേഹം മുറിവേറ്റവരെ ഉപേക്ഷിക്കുന്നില്ല, സ്നേഹം അവരെ സൗഖ്യത്തിലേക്ക് വഴി നടത്തുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ വ്യക്തമായും സൗമ്യമായും പറയുന്നു, സ്നേഹം ജീവൻ നൽകുന്നത് തിരഞ്ഞെടുക്കുന്നു. സ്നേഹം വ്യക്തത തിരഞ്ഞെടുക്കുന്നു. സ്നേഹം ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കുന്നു. സ്നേഹം സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുന്നു. സ്നേഹം ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങൾ പേറുന്ന ഭാരങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ സാക്ഷ്യം വഹിച്ച അപകടങ്ങളുടെ ഓർമ്മകൾ, ഞങ്ങൾ കേട്ട കഥകൾ, ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച ഖേദങ്ങൾ മദ്യപിക്കുന്നവർ മാത്രമല്ല, മറ്റുള്ളവരുടെ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ കാരണം കഷ്ടപ്പെടുന്നവരുടെ വേദനയും അങ്ങ് അറിയുന്നു. പിതാവേ, ലഹരിയുടെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും കുട്ടികളെയും യുവാക്കളെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ ഏതെങ്കിലും ലഹരി വസ്തുവിന് അടിമപ്പെടാൻ അങ്ങ് ആഗ്രഹിച്ചിട്ടില്ല. വ്യക്തമായി ചിന്തിക്കാൻ ഞങ്ങളുടെ മനസ്സിനെയും അങ്ങയോട് ആശയവിനിമയം നടത്താൻ ഞങ്ങളുടെ ആത്മാവിനെയും കരുത്തോടെ അങ്ങയെ സേവിക്കാൻ ഞങ്ങളുടെ ശരീരത്തെയും അങ്ങ് രൂപപ്പെടുത്തി. എന്നാൽ പിശാച് ലഹരിയിലൂടെ ഞങ്ങളുടെ ചിന്തകളെ മറയ്ക്കാനും കുടുംബങ്ങളെ തകർക്കാനും അങ്ങ് ഞങ്ങളിൽ വെച്ചിട്ടുള്ള ആത്മീയ പ്രകാശത്തെ കെടുത്താനും ശ്രമിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദമായി പോരാടുന്നവരെ, ഭയപ്പെടുന്നവരെ, ലജ്ജിക്കുന്നവരെ, കുടുങ്ങിക്കിടക്കുന്നവരെ, നിർത്താൻ ആഗ്രഹമുണ്ടായിട്ടും വഴിയറിയാത്തവരെ സൗമ്യമായി രക്ഷിക്കണമേ നാഥ. ദൈവമേ, അങ്ങയുടെ കൈ നീട്ടി അവരെ കുഴിയിൽ നിന്ന് ഉയർത്തണമേ. കാരണം അങ്ങ് ചങ്ങലകളെ തകർക്കുന്നവനും തടവുകാരെ മോചിപ്പിക്കുന്നവനുമായ ദൈവമാണ്. കർത്താവെ, ജാഗ്രതയുള്ളവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചുവല്ലോ. താൽക്കാലിക സുഖത്തേക്കാൾ ജ്ഞാനത്തെയും ലഹരിയേക്കാൾ വ്യക്തതയെയും ഏതൊരു ലഹരി പാനീയത്തെക്കാൾ ഉപരി അങ്ങയുടെ ആത്മാവിനെയും തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് ഹൃദയം നൽകണമേ. ഒരു മകനോ മകൾക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ശക്തിപ്പെടുത്തണമേ. പങ്കാളിക്കായി പ്രാർത്ഥിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. ലഹരിയുടെ മുറിവുകളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഓരോ സമൂഹത്തെയും സഹായിക്കണമേ. മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്ന എല്ലാവർക്കും ധൈര്യം അവിടുന്ന് നൽകണമേ.
അങ്ങയുടെ ദാസനെ അങ്ങ് സഹായിച്ചതുപോലെ യേശു രക്ഷിക്കുന്നുവെന്നും യേശു സൗഖ്യമാക്കുന്നുവെന്നും ഈ ലോകം നൽകുന്ന ഏതൊരു പാനപാത്രത്തെക്കാളും വലിയ സന്തോഷം യേശു നൽകുന്നുവെന്നുമുള്ള സാക്ഷ്യമായി അവരുടെ ജീവിതം തിളങ്ങട്ടെ. കർത്താവെ, ജീവനെ സംരക്ഷിക്കുന്നവരും സാക്ഷ്യത്തെ വിലമതിക്കുന്നവരും ശ്രദ്ധയോടെ നടക്കുന്നവരും അഗാധമായി സ്നേഹിക്കുന്നവരും പരസ്പരം സഹായിക്കുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വിധിക്കാനുള്ള മനോഭാവം മാറ്റി അനുകമ്പയും സൗഖ്യവും നൽകുന്ന വാക്കുകളും നിറയ്ക്കണമേ. എൻ്റെ മനസ്സിനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ അയൽക്കാരനെ ദോഷകരമായി ബാധിക്കുന്നതെന്തും ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ സാക്ഷ്യത്തെ നശിപ്പിക്കുന്നതൊന്നിലും ഞാൻ ഭാഗമാകില്ല. കാരണം ഞാൻ യേശുവിനുള്ളവനാണ് എന്ന സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിലൂടെ വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പിതാവേ, ഈ സന്ദേശം കേൾക്കുന്നവരെ കുറ്റബോധത്താലല്ല, മറിച്ച് പ്രത്യാശയോടെ അനുഗ്രഹിക്കണമേ. ശിക്ഷാവിധിയാലല്ല, മറിച്ച് സ്നേഹത്തോടെയുള്ള ക്ഷണത്താൽ, ഭയത്താലെ അല്ല, മറിച്ച് സ്വാതന്ത്ര്യത്താൽ അവരെ നിറയ്ക്കണമേ. ക്രിസ്തുവിൻ്റെ സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഇന്നു മുതൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ നയിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾക്ക് ശാശ്വതമായ വിടുതലും രക്ഷയും നൽകുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശക്തവും ധന്യവുമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.